വൈകിട്ട് കേശോടനെ വിളിക്കാനായിട്ട് ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും കേട്ടോ നമ്മുടെ സോനു അവിടെ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ ക്രിസ്മസ് പരിപാടി. ഇത് അവന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുൽക്കൂടാട്ടോ ഇത്. അവനിത് നേരത്തെ എല്ലാം ഇരുന്ന് സെറ്റ് ചെയ്തിരുന്നു. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ വെക്കും, അകത്ത് വെക്കണോ പുറത്ത് വെക്കണോ എന്നുള്ള ടെൻഷനായിരുന്നേ. പിന്നെ എല്ലാവരും കൂടെ വിചാരിച്ച് പുറത്ത് വെക്കാം. പിന്നെ ഇവിടെ വേറൊരു വിഷയമുണ്ട്, ഇവിടെ നിറയെ കുരങ്ങൻ വരും കേട്ടോ പകല്. ഈ കുരങ്ങന്മാരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അതൊക്കെ എടുത്തോണ്ട് പോകും. അപ്പൊ അറിഞ്ഞൂടെ നേരം വിളിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന്. എന്തായാലും ഇനി പുൽക്കൂടിനകത്തേക്ക് രൂപങ്ങളൊക്കെ ഒരുക്കി വെക്കാൻ തുടങ്ങി കേട്ടോ. ഓരോരോ രൂപങ്ങളായിട്ട് മേടിച്ച് അതെല്ലാം ഒരുക്കി അതിനകത്തോട്ട് വെക്കുകയാണ്. അടുത്ത ഇനി ഈ സ്റ്റാർ ഊരണം കേട്ടോ. സോനു നേരത്തെ എല്ലാം ഈ സ്റ്റാറൊക്കെ എടുത്ത് വെച്ച് കെട്ടിയിരുന്നു. പക്ഷെ ഈ സ്റ്റാർ ഊരിയാൽ മാത്രമേ അതിനകത്ത് ബാക്കി നമുക്ക് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂ. ഊരിയ സ്റ്റാർ കൊണ്ട് നമ്മുടെ കേശൂട്ടൻ അവിടെ ഒരു വശത്ത് പാട്ടും പാടി ഡാൻസ് ഒക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഈ സ്റ്റാറെല്ലാം ഊരി അതിനുശേഷം ലൈറ്റിന്റെ കാര്യത്തിലുള്ള സെറ്റപ്പ് ആട്ടോ. അതിനിടയ്ക്ക് സോനു പല പല ഇതൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെട്ടമില്ല കേട്ടോ സ്റ്റാർ ഇട്ടിരിക്കുന്ന കാരണം പുറത്ത്. അപ്പൊ ഈ ടോർച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ ബാക്കി പരിപാടിയൊക്കെ. അത് കഴിഞ്ഞ് അതൂരി കഴിഞ്ഞ് ഈ മിന്നുന്ന ബൾബും കറങ്ങുന്ന ബൾബൊക്കെ ഇട്ടെങ്കിലും പക്ഷെ ഈ കൂട്ടിനകത്തായിട്ട് ഈ ബൾബിന്റെ വെട്ടം പോകാനായിട്ടുള്ള പരിപാടിയാട്ടോ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവന്റെ ക്രിസ്മസ് ട്രീ കൊണ്ട് സ്ഥാപിച്ചു. ഇനി അതും കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു അടിപൊളി തട്ടുപൊളിപ്പൻ ഡാൻസ് ആട്ടോ എന്റെ സോനുവിന്റെയും കൂടെ. ഒന്നുമില്ല, ചുമ്മാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോരോ പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇങ്ങനെ കേട്ടോ. ഭയങ്കര വൈബാണ്. ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തനമൊക്കെ കാണിച്ചോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മുടെ കൂടെ ഇങ്ങനെ സെറ്റായി വരും. അവൻ ചോദിക്കണേ ഇതിനകത്ത് കുത്താനായിട്ടുള്ള ബൾബ് എവിടെയാന്ന് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് അവസാനം വെട്ടമില്ലാത്ത അവസ്ഥയാട്ടോ പുൽക്കൂടിനകത്തായിട്ട്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ആട്ടോ. ചേട്ടി പറഞ്ഞ് അവന്റെ അടുത്ത് ജസ്റ്റ് ഞാനിതൊന്ന് കത്തിച്ച് കാണിച്ചു തരാന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ എല്ലാം എടുത്തു വെച്ച് അവൻ LED ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഈ സോനുവിനെ സംബന്ധിച്ച് ഇവന്റെ ആദ്യത്തെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പുൽക്കൂടൊക്കെ ആട്ടോ. കാരണം അവൻ അങ്ങനെ ചെയ്യാറില്ല. ആകെ കൂടെ അവൻ എല്ലാ കൊല്ലവും അവിടെ സ്റ്റാർ മാത്രം നോക്കിയിട്ടോ, അല്ലാണ്ട് അവനൊന്നും ചെയ്യുന്നില്ല. അതിന്റെ എക്സൈറ്റ്മെന്റ് അവന് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കേശൂട്ടനെ കൂട്ടിനകത്തോട്ട് വെട്ടമടിച്ച് ഇതിനകത്ത് ഓരോന്നും എന്നൊക്കെ വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഇനി ഇത് എവിടെ കുത്തും എന്ന് ചോദിച്ചുകൊണ്ട് വയറും കൊണ്ട് നടക്കണ പരിപാടിയാട്ടോ ഇത്. അപ്പൊ സോനു അമ്മയും കൂടെ പറയണ്ട അവിടെ കുത്താം, അവിടെ കൊടുക്കാം, വയർ ഇവിടെ കൊടുക്കാം. അങ്ങനെ ഇതെന്തായാലും നിട്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച അങ്ങനെ അവസാനം ബൾബൊക്കെ ഇട്ട് എല്ലാം സെറ്റായി. അപ്പൊ എല്ലാവരുടെയും അത്ഭുതം കണ്ടോ, എല്ലാവരും ഞെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ അതിനകത്തായിട്ട്. ഇവിടെ എല്ലാവർക്കും ഇതൊക്കെ കാണാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ബൾബ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇതിന്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലായ കേട്ടോ. ഇനി അവസാനം ഒരു സ്റ്റാറും കൂടെ ബാക്കി വന്നു. ആ സ്റ്റാറിനെ കൂടെ എവിടെയെങ്കിലും സ്ഥാപിക്കണം. അങ്ങനെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാം കഴിഞ്ഞ് ലൈറ്റൊക്കെ നിർത്തി പിന്നെ വീണ്ടും എല്ലാം ഇരുട്ട്. ഇനി നാളെ വേണം ഇതിന് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് സോനുവിന് കൊടുക്കാനായിട്ട്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബാക്കി നാളെ കാണാം. ടാറ്റ ബൈ.